തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ? ഓർമ്മകൾ ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ? ഓർമ്മകൾ ഓർമ്മകൾ. നമുക്കിനി ഒരു മത്സരാർത്ഥി കൂടിയേ ഉള്ളൂ, പ്രീതി. സ്നേഹപൂർവ്വം ഞാൻ പ്രീതിയെ ഈ ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം ചെയ്യും. നമസ്കാരം പ്രീതി. നമസ്കാരം സർ. സുഖമായിരിക്കുന്നു? സുഖം. ഈ ഷോ കാണാറുണ്ടോ? കാണാറുണ്ട് സാർ, എന്നും കാണാറുണ്ട്. എവിടാ സ്ഥലം? എന്റെ സ്ഥലം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത്. എന്നെ ഇഷ്ടം പോലെ പാടിയിട്ടുണ്ടോ അവിടെ? അതെ സാർ. വളരെ പണ്ട്. പിന്നെ ഇപ്പൊ ഗാനമേളകളൊന്നും അങ്ങനെ വലുതായിട്ടില്ല, ഈയിടെയായിട്ടൊന്നും അധികം നടക്കുന്നില്ല. ഇല്ല. അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, ഒരു കുഞ്ഞു മോൻ. കല്യാണം കഴിച്ചാണ്? അതെ. കണ്ടാ പറയത്തില്ലല്ലോ. താങ്ക് യു. സാറിനെ കണ്ടാ പറയത്തില്ല. എന്നെയോ? ഞാൻ അപ്പൂപ്പനായില്ല. അപ്പൊ ഇന്ന് ചോദിക്കാൻ പോണ ചോദ്യം ഏത് സിനിമയിലാണെന്ന് അറിയാമോ? ഇല്ല, അറിയില്ല. ഗോഡ് ഫാദർ എന്ന മനോഹരമായ ആ ചിത്രത്തിൽ നിന്നാണ്. നോക്കൂ, NN പിള്ള സാറ് അല്ലേ, മുകേഷ്, അങ്ങനെ ഒരു പറ്റം ആൾക്കാർ തന്നെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്, നീർപ്പളുങ്കുകൾ എന്നുള്ള പാട്ട്. അറിയാം സാർ. പാടാൻ അറിയോ? പാടാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, പിന്നെ പാടും. നമുക്കൊരു ധൈര്യമല്ലേ? ആരെന്ത് പറഞ്ഞാലും അറിയാന്നുള്ളതാണെങ്കിൽ ചെയ്യും. പിന്നെ വേറെ മിമിക്രി ഒക്കെ ചെയ്യൂ? ഇല്ല, മിമിക്രി എന്താ പറയാ, എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ചുമ്മാ അങ്ങ് ചെയ്യും. തെറ്റാണെങ്കിലും ചെയ്യും, അത്ര. അതൊക്കെ തന്നെ. അല്ലാതെ ഈ കാലത്ത് ഇനിയിപ്പോ ശരിയാണോ തെറ്റാണോ നോക്കിട്ട് വേണോ കാര്യങ്ങൾ? ആവശ്യമില്ല. ഡാൻസ്? ഡാൻസറാണ് ഞാൻ. ആണല്ലേ? അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡാൻസ്. ഓ, തീർച്ചയായിട്ടും. എങ്കിൽ പിന്നെ ഞാൻ ഒന്നും ചോദിക്കുന്നില്ല, നമ്മൾ തുടങ്ങുകയാണ്. വേണ്ട, എനിക്ക് പൈസ വേണം, അതുകൊണ്ട് ചോദിച്ചോ മതി. പൈസക്ക് എത്ര അത്യാവശ്യമാണോ? വെറുതെ പറഞ്ഞ സാർ. സാറിനെ കാണാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. താങ്ക് യു പ്രീതി. അപ്പൊ നമ്മള് ആദ്യത്തെ സെഗ്മെന്റായ കേറിപാട മക്കളയിൽ 5 ചോദ്യമാണ്. ആ 5 ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ സവാരി ഗിരിഗിരിയിൽ കയറാം. അപ്പൊ നമുക്ക് കേറിപാട മക്കളെ നമുക്ക് തുടങ്ങാം. ഓക്കെ? കേറിപാട മക്കളെ. കേറിവാട മക്കളയിൽ ആദ്യത്തെ ചോദ്യം കേൾക്കൂ. ഗോഡ് ഫാദർ സിനിമയിൽ അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച NN പിള്ള തുടങ്ങിവെച്ച നാടക സമിതിയുടെ പേരെന്താണ്? A. വിശ്വ കേരള കലാസമിതി, B. KPSC, C. കലാനിലയം. 20 സെക്കൻഡ്സ്. ക്ലൂ ഉണ്ടോ സാർ? നമുക്ക് നോക്കാമല്ലോ. അതായത് കലാനിലയം ഏതാണ്? ട്രിവാൻഡ്രത്തുള്ള അതാണ്. KPSC എവിടാണ്? കായംകുളത്തുള്ള. വിശ്വ കേരള കലാസമിതി എവിടെയുള്ളതാണ്? ഫാമിലി എടുത്ത് ചോദിക്കാം. ആർക്കേലും അറിയോ? വിശ്വ കേരള കലാസമിതി, KPSC, കലാനിലയം. വിശ്വ കേരള കലാസമിതി ആണെന്ന് തോന്നുന്നു, കൺഫേം അല്ല. വിശ്വ കേരള കലാസമിതി ചേച്ചിയുടെ കൂടെ പോകുന്നു. കുടുംബത്തിന്റെ കൂടെ പോകണം അല്ലേ? നോക്ക് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ യുവർ ലക്ക്. A. വിശ്വ കേരള കലാസമിതി ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഈ പൂട്ടഴിക്കാൻ പറ്റുമോ? പറ്റും. പ്രയാസമാണ് ആണല്ലേ? അത് വല്ലാത്തൊരു പൂട്ടാണ്. സാറിന്റെ പൂട്ടല്ലേ? ഓ, എന്നെ കണ്ടിട്ട് അത്ര ചെറിയ പൂട്ടൊന്നും വിചാരിക്കണ്ട. കാരണം വേറൊന്നുമല്ല, ചില ഉടുമ്പും പൂട്ടകളൊക്കെ ഉണ്ട്. ഇത് മണിച്ചിത്രപ്പൂട്ട. മണിച്ചിത്രപ്പൂട്ട് അത് താഴാണ്. ഇല്ല, പൂട്ടെന്ന് പറയാം. സാറിനെ പറയുമ്പോ പൂട്ടെന്ന് പറയാം. ശരി, അപ്പൊ ഒരു പാട്ട് കേട്ടാലോ നമുക്ക്? പ്രീതിയുടെ ഒരു പാട്ടോട് കൂടി തുടങ്ങി കഴിഞ്ഞാൽ ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ. സാറ് പാടിയിട്ടുള്ള സിനിമാ പാട്ടുകളിൽ നിന്നും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് അയ്യപ്പനെ കുറിച്ച് പാടിയ പാട്ടുകളാണ്. ഏതാണത്? അയ്യപ്പ സോങ്സ്. പമ്പ വിളക്കിനു പപ്പടം കാച്ച. പമ്പ വിളക്കിനു പപ്പടം കാച്ച. സാറ് തുടങ്ങി വിട്ട് തന്നാൽ ഞാൻ മാമനും വന്നല്ലോ. ഞാൻ തുടങ്ങി വിടാം. പമ്പ വിളക്കിനു പപ്പടം കാച്ചാൻ അമ്പിളി മാമനും വന്നല്ലോ, പായസം വെക്കുമ്പം പാല് കൊടുക്കാൻ പള്ളി നിലാവും വന്നല്ലോ, 10 100
10,000 നക്ഷത്രദീപം കാണുമ്പോൾ എണ്ണയില്ലാത്തിരി വെട്ടങ്ങൾ പൊന്നിന്റെ കുമ്പിളും കൊണ്ടു നടക്കുമ്പോൾ സ്വാമിയേ ശരണയ്യപ്പോ. ഒരു കാര്യം പ്രീതി മനസ്സിലാക്കിയോ? ഈ അയ്യപ്പന്റെ ശക്തി അതെ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് എനിക്ക് എന്റെ അത് കേൾക്കുമ്പോൾ കയ്യിലൊക്കെ രോമാഞ്ചം എനിക്ക് ഈ വരും. പാട്ട് കേൾക്കുമ്പോൾ കയ്യില് രോമാഞ്ചം വരും. അതാണ് ഞാൻ ഈ പാട്ട് തന്നെ പാടിയത്. അതായത് എനിക്ക് അയ്യപ്പൻ തന്നൊരു എത്രയോ കാലം ഞാൻ 10-20 മല ചവിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പോയിട്ടില്ല, കുറേ വർഷം പോയില്ല. കുറേ വർഷം ഒത്തിരി വർഷം പോയില്ല. അതിനുശേഷം എനിക്ക് ഹരിവരാസനം അവാർഡ് കിട്ടി, കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ദേവസ്വം ബോർഡിന്റെ. അത് 5ാമത്തെ ആളാണ് ഞാൻ. ദാസേട്ടൻ, SP ബാലസുബ്രഹ്മണ്യം, JV ജയ, പിന്നെ ആരോ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ. ഈ 4 പേർക്കും അവാർഡ് നൽകുന്നത്, ഹരിവരാസനം അവാർഡ് നൽകുന്നത് പമ്പയിൽ വെച്ചിട്ടാണ്. പമ്പയിലൊരു സമ്മേളനം വെച്ചിട്ട് അവിടെ വെച്ചിട്ടായിരുന്നു. പക്ഷേ 5ാമത്തെ പ്രാവശ്യം എനിക്ക് അവർ തീരുമാനിച്ചത് അത് സന്നിധാനത്ത് വെച്ച് തരാമെന്ന് പറഞ്ഞു. വലിയ ഭാഗ്യം. അങ്ങനെ ഞാൻ സന്നിധാനത്ത് എന്നപ്പോഴത്തേക്ക് അന്ന് മെയിൻ ഡേ ആണ്. പല ലാംഗ്വേജിലുള്ള ആൾക്കാരുണ്ട്. അതായത് തെലുങ്കുണ്ട്, തമിഴുണ്ട്, മലയാളമുണ്ട്, കുറേ ലാംഗ്വേജ് ഉണ്ട്. അപ്പം ഞാൻ ഒരു ദിവസത്തിന് മുമ്പ് ഞാൻ പോയി. അപ്പോൾ അയ്യപ്പൻ എന്നെ മല ചവിട്ടിപ്പിച്ചു. എനിക്ക് അപാരമായിട്ടുള്ളൊരു ദർശനം കിട്ടിയെന്ന് പറഞ്ഞാൽ അന്ന് ആ 20 മല ചവിട്ടിയതിനും എനിക്ക് അങ്ങനെ ഒരു ദർശനം എനിക്ക് കിട്ടില്ല. ഇത് ഞാനൊരു VIP ഗസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് എനിക്ക് മുമ്പിൽ നിന്ന് അയ്യപ്പനെ തൊര കരഞ്ഞുപോയി കേട്ടോ, സത്യത്തിൽ. കാരണം അങ്ങനൊരു മഹാഭാഗ്യം എൻ്റെ ജീവിതത്തിലുണ്ടായില്ല. ഇനി കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഇനിയിപ്പം ഭയങ്കര പ്രയാസമാണ്. അല്ല, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കിട്ടും, പോയാൽ കിട്ടും. പക്ഷെ അത് നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മറ്റേതല്ലല്ലോ. മറ്റേ അയ്യപ്പൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ ഒരു ആരവമാണ്. അവിടെ നിൽക്കുന്നവരെല്ലാം സ്വാമിയേ ഈ ശരണമയ്യപ്പോ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് അവിടെ ആ ശക്തി അങ്ങ് തെളിഞ്ഞു വരികയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഞാൻ മലയാളത്തിൽ മാത്രം പാടിയാൽ ശരിയാവത്തില്ല. അപ്പം നമ്മുടെ പഴയ മിനിസ്റ്റർ ശിവകുമാർ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ മലയാളം മാത്രം പറയും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ശ്രീകുട്ടൻ വേണമെന്നുണ്ടെങ്കിൽ തെലുങ്കോ തമിഴോ ഒക്കെ ഒന്ന് നോക്കിയോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാനിത് നമുക്ക് മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഒരു രാത്രി കൊണ്ട് ഞാൻ ഒരു തെലുങ്ക് പാട്ടും ഒരു തമിഴ് പാട്ടും അതുപോലെ തന്നെ 2 മലയാളം പാട്ടും എടുത്തു. അതിലൊരു പാട്ടായിരുന്നു ഈ പമ്പ് വിളക്കിൻ്റെ പാട്ട്. അവിടെ ട്രാക്ക് ഇട്ടിട്ടേ പാടാൻ പറ്റത്തുള്ളൂ. പക്ഷേ എൻ്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ട്. ഇന്ന് ഞാൻ യൂട്യൂബിൽ ഒന്നും ഇട്ടിട്ടില്ല, ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുമാത്രം അയ്യപ്പന്മാർ ഇവിടെ നോക്കിയാൽ അറ്റം കാണാത്ത രീതിയിലുള്ള ആൾക്കാർ കൈയടിച്ച് ഇങ്ങനെ ഈ തമിഴ് പാടുമ്പോൾ തമിഴിയൻസ് അവരെന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കും. തെലുങ്ക് പാടുമ്പം അവർ കൈയടിക്കും. മലയാളം പാടുമ്പോൾ അവിടെ കൂടുതൽ മലയാളമാണ്, അവർ കൈയടിക്കും. അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്കുണ്ടായി. ഈ പാട്ട് പാടിയപ്പോഴാണ് എനിക്ക് ആ ഓർമ്മ വന്നത്. താങ്ക് യു ഫോർ ദാറ്റ്. ഓക്കെ, അപ്പം വിശ്വ കേരള കലാസമിതിയാണ് കൂട്ടിയിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 1000 രൂപ സമ്മാനമായി ഇതാ ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു ഇത്